Hi dears, welcome to Ashbicreations. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഓൾ ഓവർ ഡിസൈൻ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കോട്ടൻ്റെ ബ്ലാക്ക് കളറിലെ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ഒരു പിക്ചറാണ് നമ്മൾ ഈ മെറ്റീരിയലിലേക്ക് ട്രേസ് ചെയ്ത് എടുക്കുന്നത്. ഇപ്പോൾ ഇത് ഓയിൽ പേപ്പറിലേക്ക് ഞാൻ ഫ്രീ ഹാൻഡായിട്ട് വരച്ചിട്ടുണ്ട്. 3 ഫ്ലവേഴ്സ്, 3 ലീഫ്, പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് പേൾസ്, പിന്നെ 3 ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്കായിട്ട് ബീഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് നമ്മൾ യെല്ലോ കാർബൺ ഷീറ്റ് വെച്ചിട്ട് ട്രേസ് ചെയ്ത് മെറ്റീരിയലിലേക്ക് മാറ്റുന്നത്. അപ്പോൾ സിൽക്കി ത്രെഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പാരറ്റ് ഗ്രീൻ കളറിലെ സിൽക്കി ത്രെഡ് വേണം, അതുപോലെ സ്കൈ ബ്ലൂ കളറ്, പിന്നെ ഡാർക്ക് മജന്ത കളറിലെ സിൽക്കി ത്രെഡ്. ഈ 3 സിൽക്കി ത്രെഡ് വെച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു ഫ്ലവേഴ്സും ലീഫും ഒക്കെ വരുന്നത്. പിന്നെ അതുപോലെ നമുക്ക് വേണ്ടത് പേള് വേണം, വൈറ്റ് കളറിലെ ചെറിയ പേള് വേണം. ഈ ഒരു പേളാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ചെയ്യാനായിട്ട് ഞാൻ നോർമൽ നീഡിലാണ് എടുത്തിരിക്കുന്നത്, സാധാരണ നോർമൽ നീഡിൽ കേട്ടോ. പിന്നെ ത്രെഡ് വന്നിട്ട് ഞാൻ 3 സ്ട്രാൻഡ്സിലെടുത്തിട്ട് പിന്നെ ഞാൻ 2ആയിട്ട് മടക്കിയിട്ട് 6 സ്ട്രാൻഡ്സിലാക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവർ ചെയ്യാൻ അത്രയും മതിയാവും. പിന്നെ നമുക്ക് ഞാൻ കാസ്റ്റോൺ സ്റ്റിച്ച് ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ചെറിയൊരു സ്റ്റിക്കൊക്കെ കിട്ടും. നമ്മുടെ വീട്ടിലുള്ള എന്തെല്ലാം ഐറ്റം ആയാലും മതി. അതുപോലെ നമ്മുടെ റീഫില്ലേഴ്സൊക്കെ ഇല്ലേ, റീഫില്ലേഴ്സിൻ്റെ ബാക്ക് വശമൊക്കെ കട്ട് ചെയ്ത് തീർന്നിട്ടുള്ള റീഫില്ലേഴ്സിൻ്റെ ബാക്ക് വശം കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്കാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ട്രേസ് ചെയ്ത് വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലായിട്ട് ത്രെഡും നീഡിലും എടുത്തിട്ട് 2 പ്രാവശ്യം ഒന്ന് മടക്കി നോട്ടിട്ട് കൊടുത്തിട്ട് താഴേക്ക് വലിക്കുക, ഫ്രഞ്ച് നോട്ടിട്ട് കൊടുക്കുക. വീണ്ടും എടുത്തിട്ട് ഒരു 3-4 ഫ്രഞ്ച് നോട്ട് സെൻറ്ററിലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമ്മളുടെ സാരീസിനും കുർത്തീസിനും സൽവാസിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചസും അതുപോലെ ഡിസൈനുമാണ് കേട്ടോ. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു പ്രയാസവും ഇല്ല. ഈ ഒരു സ്റ്റിച്ചസൊക്കെ ചെയ്യുന്നതിന് വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഫ്ലവേഴ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റൗണ്ട് വരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ബുള്ളിയൻ റോസൊക്കെ ചെയ്യില്ലേ, ബുള്ളിയൻ റോസൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഒരു ഫ്ലവറും ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ ത്രെഡ് വലിക്കുക. എന്നിട്ട് നമ്മൾ റൗണ്ട് ചെയ്തേക്കുന്നതിൻ്റെ ഇടയ്ക്കായിട്ട്, അതായത് വരയിൽ മുട്ടാതെ ഇടയ്ക്കായിട്ട് നമ്മൾ എടുത്തിട്ട് മുകളിൽ നമ്മൾ ബുള്ളിയൻ റോസ് ചെയ്യണ പോലെ തന്നെ കൊണ്ടുവരിക. എന്നിട്ട് ഈ ഒരു മെത്തേഡിൽ വേണം വെക്കേണ്ട. ത്രെഡ് എടുത്തിട്ട് വലത് സൈഡിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. ത്രെഡ് എടുത്തിട്ട് വലത് സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിക്കില്ലേ, ഈ ഒരു സ്റ്റിക്ക് നമുക്ക് മുകളിലേക്ക് വെക്കുക. എന്നിട്ട് ത്രെഡ് എടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമുക്ക് പതുക്കെ ഒന്ന് ചുറ്റി കൊണ്ടുവരണം. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ച് നോക്കണേ. ഇതുപോലെയാണ് കൊണ്ടുവരേണ്ടത്. ഇതുപോലെ വരും നമ്മുടെ ഈ ഒരു. എന്നിട്ടാണ് നമ്മളതായത് നോട്ടിട്ട് പോകുന്നത്. നമ്മുടെ വിരൽ വെച്ചിട്ട് നമുക്ക് 2ആയിട്ട് മടക്കി ഇതുപോലെ ഒന്നാക്കിയതിന് ശേഷം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിനകത്തൂടെ കയറ്റിയിട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നോട്ടിട്ട് കിട്ടും. ഒന്നുകൂടെ കാണിക്കാം. ഇതുപോലെ നമ്മുടെ വിരൽ വെച്ചിട്ട് ഇതുപോലെ നാക്കി കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. നമ്മൾ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഫ്ലവറാണ് ഇത്. ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ബിഗിനേഴ്സിനാവുമ്പോൾ ആദ്യം 1-2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് വന്ന് കഴിഞ്ഞെങ്കിലേ നമുക്കത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളേ. ഒരു പ്രയാസവും ഇല്ല. നമുക്ക് പഠിച്ചു കഴിഞ്ഞ് തന്നെ ഏറ്റവും ബുള്ളിയൻ റോസ് പോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണ് ഈ കാസ്റ്റോൺ സ്റ്റിച്ച്. അത് ഈ ഫ്ലവേഴ്സ് എന്നൊക്കെ പറയുന്നത്, ഈ ഫ്ലവേഴ്സ് കുർത്തീസിലൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്, സാരീസിലും ഒക്കെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതെടുക്കുമ്പോൾ ഒരു 12 പ്രാവശ്യമൊക്കെ ചുറ്റുക കേട്ടോ. എന്നിട്ട് നമുക്ക് പതുക്കെ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു സ്റ്റിക്കില്ലേ
അത് പതുക്കെ ഒന്ന് മുകളിലേക്കൊന്ന് പതുക്കെ ഒന്ന് വലിച്ച് പെട്ടെന്ന് പോകുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് പതുക്കെ ഇനി ത്രെഡ് പിടിച്ചിട്ട് ത്രെഡ് പതുക്കെ മുകളിലേക്ക് വലിക്കുക. സിൽക്ക് ത്രെഡിലാവുമ്പോൾ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം, കാരണം കുടുങ്ങാതെയൊക്കെ നോക്കണം സിൽക്ക് ത്രെഡ് ചെയ്യുമ്പോഴേ. എന്നിട്ട് നമ്മൾ എവിടെ നിന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു ഭാഗത്ത് വന്നിട്ട് നമ്മൾ താഴേക്ക് നീഡിലും ത്രെഡും കൂടി വലിക്കുക. നമുക്ക് ഒരു പെറ്റൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത പെറ്റൽ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത പെറ്റലിൻ്റെ സെൻറ്ററിൽ കൂടി ബുള്ളിയൻ റോസ് ചെയ്യണ പോലെ തന്നെ അപ്പോൾ ആ വരയിൽ കൂടി തന്നെ കൊണ്ടുവരിക. എന്നിട്ട് വീണ്ടും നമ്മൾ വരയിൽ കൊണ്ടുവന്ന് സെൻറ്ററിൽ കൂടി തന്നെ നമുക്ക് അടുത്ത പെറ്റൽ നമുക്ക് കൊണ്ടുവരാം. വീണ്ടും നമ്മൾ ആ സ്റ്റിക്ക് വെച്ചിട്ട് വീണ്ടും ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യുക. കൊണ്ടുപോയിട്ട് ചെയ്യുക. പതുക്കെ പിടിച്ചിട്ട് ആ സ്റ്റിക്ക് ഊരി മാറ്റുക. അപ്പോൾ തന്നെ നമുക്ക് നീഡിൽ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ എവിടെ നിന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നീഡിലെടുത്തത് ത്രെഡ് എടുത്തത് ആ ഒരു ഭാഗത്തേക്ക് വീണ്ടും നീഡിലും ത്രെഡും കൂടി ഇറക്കുക. ഈ ഒരു പ്രോസസ്സിൽ തന്നെ നമുക്ക് അടുത്ത പെറ്റലും ചെയ്തെടുക്കാം. ബുള്ളിയൻ റോസ് ചെയ്യണ പോലെ തന്നെയാണ് ഈ ഒരു ഫ്ലവറും നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി അടുത്ത പെറ്റൽ വരണമെങ്കിൽ ഇപ്പോൾ ചെയ്ത പെറ്റലിൻ്റെ സെൻറ്ററിൽ കൂടി കൊണ്ടുവരിക. ഫ്ലവർ നമ്മൾ ഏകദേശം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് നമുക്ക് അടുത്ത ഫ്ലവർ നമുക്ക് ആ 3 ഫ്ലവർ ഉണ്ടല്ലോ നമുക്ക് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ലൈറ്റ് ബ്ലൂ കളറിലെ ത്രെഡ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഫ്ലവർ നമ്മൾ ചെയ്തെടുക്കണം. ഇനി അടുത്ത ലീഫ് ഞാൻ ചെയ്യുന്നത് സാറ്റിൻ ലീഫാണ് ചെയ്യുന്നത് കേട്ടോ. സാറ്റിൻ ലീഫ് എന്ന് പറയുമ്പോൾ നല്ല തിക്കായിട്ടാണ് ആ ഒരു ലീഫ് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ത്രെഡ് എടുത്തിരിക്കുന്നത് 4 സ്ട്രാൻഡ്സിലാണ് എടുത്തിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ ലീഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെയും അതിൻ്റെയൊക്കെ ഇടയ്ക്കായിട്ട് നമുക്ക് പേൾ ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് പേൾ ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് പേൾ ചെയ്ത് കൊടുക്കാവേ. ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് സാരീസിലും സൽവാസിലും കുർത്തീസിലും ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. കണ്ടോ, ഇതാണ് നമ്മൾ 3 ഫ്ലവേഴ്സായിട്ട് വന്നിരിക്കുന്നത്. ലൈറ്റ് ബ്ലൂവും അതുപോലെ ഡാർക്ക് മജന്തയും ഷെയ്ഡിലൊക്കെ വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.